തിരിച്ച് ലഭിക്കേണ്ടാത്ത തുകയായി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ VGF വിഹിതത്തെ കേരളം കാണുന്നത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നാളിതുവരെ തുറമുഖ നിർമ്മാണത്തിനായി തിരിച്ചടക്കേണ്ടാത്ത ഗ്രാൻഡായി നൽകുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ കേന്ദ്ര സർക്കാർ ലാഭവിഹിതം ചോദിക്കുന്നത് ഇതാദ്യമാണ്. തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ VGF അനുവദിച്ചപ്പോൾ സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിന് നൽകണമെന്നതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് പുതിയ വാദം. വളരെ മിതമായ വിലയിരുത്തലിൽ പോലും ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രതിവർഷം 6000 കോടി രൂപയുടെ അധിക വരുമാനം വിഴിഞ്ഞം തുറമുഖം വഴി ലഭിക്കും. എന്നിട്ടും സംസ്ഥാന സർക്കാരിനു മേൽ അധിക ബാധ്യത ചുമത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. VGF തിരിച്ചടവ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഒരു സഹകരണമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ കിട്ടുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് സർക്കാരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനില്ല എന്നുള്ളതാണ്. നമ്മളിനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികളെക്കുറിച്ചോ മറ്റോ ആലോചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കോടതി വഴി നമുക്കത് കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മളും ഒരു സംസ്ഥാനമാണല്ലോ. ഇതൊരു LDF UDF എന്ന തരത്തിലുള്ളൊരു വിഷയമല്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ഒരു വിഷയമാണ്. നമ്മളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാകേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദശാബ്ദക്കാലത്തോളമുള്ള നമ്മുടെ അനുഭവമെടുത്താൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മളോട് സമീപനം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. 2018 മഹാപ്രളയം ഉണ്ടായത്. നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ സമീപനം തുടരുകയാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനൊന്നും എതിരല്ല. അത് കേന്ദ്രത്തിൻ്റെ ബാധ്യത തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമുക്കും അർഹമായ സഹായം നൽകണ്ടേ? ഇപ്പോൾ ഇവിടെ നേരത്തെ പറയുമ്പോൾ ത്രിപുരയുടെ കാര്യം പറഞ്ഞല്ലോ, തെലുങ്കാനയുടെ കാര്യം പറഞ്ഞല്ലോ, ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഉത്തരാഖണ്ഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിലൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാടിൻ്റെ അനുഭവം ഉണ്ടല്ലോ. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ സഹായം നൽകിയതിനെ നമ്മളൊരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമല്ലേ? ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ? ആ ഒരു വീക്ഷണകോൺ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത്. ഇതേവരെയുള്ള നമ്മുടെ അനുഭവം വളരെ കടുത്തതല്ലേ? പ്രളയത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായി, പിന്നീട് അനുഭവങ്ങളുണ്ടായി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അനുഭവം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സഹായം നിഷേധിക്കുന്നത്?
ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, നമുക്കത് ബോധ്യപ്പെടുമല്ലോ. നിങ്ങളെ ദുരന്തം അത്രത്തോളം വലുതല്ല, ഇവിടെയെല്ലാം നടന്നത് അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമല്ലോ. എല്ലാറ്റിനെയും ഒരു പ്രത്യേക വീക്ഷണകോണിൽ കൂടി കണ്ടാൽ മതിയോ? തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരവസ്ഥ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? നാടിൻ്റെ താല്പര്യമല്ലേ നോക്കേണ്ടത്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നാടൊന്നാകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുന്നില്ല? സഹായം LDF കേട്ടോ. ഇപ്പോൾ LDF സർക്കാരാണുള്ളത് എന്ന് വെച്ച് സഹായം ലഭിക്കുന്ന നാട്ടിനാണ്, നാടിൻ്റെ കാര്യങ്ങൾക്കാണ്. ഇവിടെ സഹായം ലഭിച്ചാൽ ചെലവഴിക്കേണ്ടതും നാടിനു വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെ ആ നിലക്ക് കണ്ടുകൊണ്ട് ഇടപെടാൻ നമുക്ക് കഴിയണ്ടേ? ഈ പറഞ്ഞ പട്ടികയിൽ എന്ത് കുറവാണ് കേരളത്തിനുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ എന്ത് കുറവ്? അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ തിരുത്താം. നമ്മളെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. അതിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ വേണ്ടത്? ഈ കാര്യത്തിൽ നമ്മുടെ നാടിന് ഒന്നാകെ നിൽക്കാൻ കഴിയണം. ഈ പറഞ്ഞ ത്രിപുര, തെലുങ്കാന, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഇവിടങ്ങളിലെല്ലാം ആസാം, ഇവിടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പട്ടികയിലുണ്ട്. നമ്മൾ പൊതുവിൽ കാണേണ്ട ഒരു കാര്യം, നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണം, ഒന്നിച്ച് ശബ്ദമുയർത്താനാവണം, ഒന്നിച്ച് പ്രതികരിക്കാനാവണം. നാടിനെ അവഗണിക്കുകയാണ്, അതിൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കരുത്. ഈ പറഞ്ഞ പട്ടികയിലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിനുവേണ്ടി ശബ്ദമുയർത്തും. അതാണൊരു പ്രത്യേകത.